നമസ്കാരം, ഡോക്ടർ സൗമ്യ സേനാണ്. UAE 2 ദിവസമായിട്ട് വളരെ കനത്ത മഴയാണെന്നും വെള്ളക്കെട്ടാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ എൻ്റെ താമസ സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, കാണാലോ പിൻഭാഗത്ത്. പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ട ചില കാഴ്ചകൾ, വളരെ അപകടകരമായിട്ടുള്ള ചില പ്രവണതകൾ ഞാൻ ഇപ്പോൾ ഈ 2 ദിവസമായിട്ട് കണ്ടു. ഇവിടെ UAE എപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോഴും ഈ ഒരു കാഴ്ചകൾ സ്ഥിരമാണ്. അപ്പോൾ അതിൻ്റെ അപകടങ്ങളെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ കാഴ്ച എന്താണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ അപകടങ്ങളെ പറ്റിയിട്ട്. സോ ആദ്യം നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച. നിങ്ങളെന്നെ ഒന്ന് നോക്കൂ. ഇപ്പോൾ UAE താമസിക്കുന്ന അധിക പേർക്കും ഈ കാഴ്ച വളരെ പരിചിതമാണ്. കാണുമ്പോൾ വളരെ ക്യൂട്ടായി തോന്നാം, ഒരു ഹാപ്പി മൊമെൻ്റ് ആയിട്ട് തോന്നാം. പക്ഷെ ശരിക്കും ഇതൊക്കെ അത്ര ക്യൂട്ടും ഹാപ്പി മൊമെൻറ്റും ആണോ? ഈ ഒരു കാഴ്ച തന്നെ നോക്കൂ. ആ കാർ ഓടിക്കുന്ന ആളെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ വെള്ളത്തിലൂടെ ഓടിക്കുന്നുണ്ടാവുക. അയാൾക്ക് മുന്നിൽ വളരെ ഉയരം കുറഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ അറിയ പോലും ഉണ്ടാവില്ല. ഇങ്ങനെ റോഡുകളിലാണ്, വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡുകളിലാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു കൗതുകമാണ് അല്ലേ? മഴ പെയ്യുക, ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുക, കുട്ടികളല്ലേ. അവരെ സംബന്ധിച്ച് അവർ കൂടുതൽ ആലോചിക്കില്ല. ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടത് അവരുടെ അച്ഛനമ്മമാരല്ലേ? നോക്കൂ, UAE ആളുകളോടാണ് നമ്മൾ കുറച്ചൊക്കെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പെരുമാറേണ്ട ഒരു സിറ്റുവേഷനാണിത്. ഒന്നാമത്തേത്, നമുക്ക് യുദ്ധസമാനമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ മഴയും അതുപോലെ തന്നെ വെള്ളക്കെട്ടും. ഇതാദ്യമായിട്ടൊന്നുമല്ല UAE ഇത് നേരിടുന്നത്. ഞാനിവിടെ വന്നിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ സമാനമായിട്ട് തന്നെ ഒരു വെള്ളക്കെട്ടും ഫ്ലഡും ഒക്കെ ഉണ്ടായതാണ്. അതൊക്കെ വളരെ വളരെ വിജയകരമായിട്ട് സർവൈവ് ചെയ്ത് വന്ന ആളുകളാണ് UAE ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് ഉത്തരവാദിത്ത ബോധമാണ്. ഇങ്ങനെ കുട്ടികളെ പുറത്തു വിട്ടാലുള്ള അപകടങ്ങൾ ഞാൻ എണ്ണി പറയാം. ഒന്നാമത്തെ അപകടം നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വണ്ടികൾ പോകുന്ന നിരത്തുകളിലാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ വണ്ടികൾക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഡ്രൈവ് ചെയ്യുന്നത്. അവർക്ക് പലപ്പോഴും പകുതി വരെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇതിൻ്റെ മുമ്പിൽ അവർ ഓടിച്ചു പോകുമ്പോൾ ഇതിൻ്റെ മുമ്പിൽ വളരെ ഉയരം കുറഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ അത് കാണാൻ പോലും ആ ഡ്രൈവർക്ക് സാധിക്കില്ല. എന്തൊക്കെ അപകടങ്ങൾ സംഭവിക്കാം. സോ വണ്ടികൾ പോകുന്ന നിരത്തുകളിൽ ഒരു കാരണവശാലും കുട്ടികളെ ഇത്തരത്തിൽ അഴിച്ചുവിടരുത്. രണ്ടാമത്തേത്, എന്തൊക്കെ തരം ഇൻഫെക്ഷൻസ്. നിങ്ങൾ ആ വെള്ളം കണ്ടതല്ലേ, അത്രയും ഡേർട്ടി വാട്ടറാണ്, ഒട്ടും അഴുക്ക് വെള്ളമാണ്. അപ്പോൾ എന്തൊക്കെ അണുക്കൾ അതിലുണ്ടായിരിക്കും. അതിൽ കുട്ടികളെ ഇങ്ങനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ വയറിളക്കവും ഛർദിയും അങ്ങനെ എന്തൊക്കെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം, ഇനി വരാൻ പോകുന്ന വലിയ ഔട്ട്ബ്രേക്ക് ആണ്. ഇൻഫെക്ഷ്യസ് ഡിസീസസിന്റെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവാം ഇത്തരത്തിൽ. അത് വലിയ ആളുകൾക്കും ബാധകമാണ് കേട്ടോ, കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല. അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങരുത് എന്നുള്ളത്. മൂന്നാമത്തേത്, ഒഴുകി വരുന്ന വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ താഴെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഉണ്ടോ, കുത്തിക്കയറാവുന്ന ഒബ്ജക്ട്സ് ഉണ്ടോ, നമുക്കറിയില്ല. നമ്മുടെ കാലിന്റെ താഴെ എന്താണ് എന്ന് അറിയാത്ത അവസ്ഥയാണ്. അപ്പൊ എങ്ങനെ ഈ കുട്ടികളെ ഇങ്ങനെയൊക്കെ അഴിച്ചുവിടാൻ പറ്റുന്നേ? നാലാമത്തെ കാര്യം, ഈ പറയുന്ന ഫുട്പാത്തിലും ഇവിടെയൊക്കെ പല ഗട്ടറുകള്, കുഴികളൊക്കെ ഉണ്ടാവും. വെള്ളം വന്ന് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ കുഴി എവിടെ റോഡ് ഒന്നും അറിയാത്ത അവസ്ഥയാണ്. ഈ കുഞ്ഞു കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകാനുള്ള അവസ്ഥ വരെയില്ലേ? സോ അത് അടുത്ത പ്രശ്നം. അഞ്ചാമത്തെ പ്രശ്നം, ഇലക്ട്രോക്യൂഷൻ. എന്തെങ്കിലും ഇപ്പോൾ ഇലക്ട്രിക് കറന്റ് വഴി എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഷോർട്ട് സർക്യൂട്ട് ആവുകയോ, അതൊക്കെ വെള്ളത്തിൽ അതിൻ്റെ റിസ്ക് കൂടുതലല്ലേ? കുട്ടികൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വരെ കൂടുതലല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് അച്ഛനമ്മമാർക്ക് ഇത്രത്തോളം കുട്ടികളെ എങ്ങനെ അങ്ങ് വിടാൻ പറ്റുന്നത്. നോക്കൂ, ഇത് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. ഇറ്റ്സ് എ റിസ്കി സിറ്റുവേഷൻ. നമ്മളെല്ലാവരും മാക്സിമം UAE ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. യുദ്ധം വന്ന സമയത്ത് മാക്സിമം ഉള്ളിലിരിക്കാൻ പറയുന്ന പോലെ തന്നെ ഈ ഫ്ലഡ് വന്നപ്പോഴും അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ വീടിനുള്ളിലിരിക്കുക, അനാവശ്യമായിട്ട് പുറത്തിറങ്ങാതിരിക്കുക, റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഡ്രൈവ് ചെയ്യാതിരിക്കുക. പിന്നെ വലിയ ആളുകൾക്ക് ഒട്ടും പുറത്തിറങ്ങാതെ പറ്റുമായിരിക്കില്ല. ഇപ്പൊ വണ്ടി എടുത്ത് ഞാൻ ആശുപത്രിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്, എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രിയുടെ ട്രാൻസ്പോർട്ടേഷൻ വരും. അപ്പോൾ വണ്ടിയിൽ പോവേണ്ട ആളുകൾക്ക് പോവേണ്ടതായിട്ട് വരും. പക്ഷേ ഈ കുട്ടികളെ നിങ്ങൾക്ക് വീട്ടിലിരുത്തിക്കൂടെ? കുട്ടികൾക്ക് സ്കൂളിൽ പോലും പോകേണ്ട അവസ്ഥയില്ല, ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ മാക്സിമം റിസ്ക് ഇല്ലാതെ വീട്ടിലിരുത്തല്ലേ വേണ്ടത്? അതിന് പകരം കുട്ടികൾ പാവങ്ങൾ, അവർക്ക് എന്തറിയാം? അവർക്കെല്ലാം ഒരു കൗതുകമാണ്. അവർ പാവം വെള്ളം കെട്ട് കാണുമ്പോൾ പോയി കളിക്കും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെ ആരെ കുറ്റം പറയേണ്ടത്? അവരെ നോക്കുന്ന അച്ഛനമ്മമാരെ തന്നെയല്ലേ? സോ പ്ലീസ് പ്ലീസ് പ്ലീസ്, നിങ്ങൾ UAE എല്ലാവർക്കും ഇതൊന്ന് അയച്ചു കൊടുക്കണം. ദയവേതിട്ട്. ഞാൻ കുട്ടികളോട് മാത്രമല്ല പറയുന്നത്, വലിയ ആളുകളോടും കൂടിയാണ്. നോക്കൂ, നമ്മൾ ഒരു റിസ്കി സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരും ഈ ഗവൺമെന്റിനോട് കാണിക്കണം. അവർ തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. അവരിപ്പോൾ പറയുന്നത് വീടിനുള്ളിൽ ഇരിക്കാനാണ്, അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനാണ്. സോ പ്ലീസ് അതനുസരിക്കുക. അറ്റ്ലീസ്റ്റ് കുട്ടികളെയെങ്കിലും ഇത്തരത്തിൽ ഇങ്ങനെ കയറൂരി വിടരുത്. അവർ പാവങ്ങൾ, അവരുടെ ജീവൻ തന്നെ അപകടത്തിലാണ് നിങ്ങൾ ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബീയിങ് എ പീഡിയാട്രിക് ഡോക്ടർ, ബീയിങ് എ പീഡിയാട്രീഷ്യൻ, എനിക്കിത് പറയാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇന്നലെ ഞാനും എൻ്റെ ആശുപത്രിയും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. ഈ കുറച്ച് 10-200 മീറ്ററിനുള്ളിൽ ഞാൻ എത്ര കുട്ടികളെയാണറിയോ കണ്ടത് ഇത്തരത്തിൽ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിപ്പോയി. കുട്ടികൾ അവിടെ
ഈ ചെളി വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കളിക്കുകയാണ്. അപ്പോൾ എന്നെ കൊണ്ടുവന്ന എൻ്റെ ആശുപത്രിയുടെ ഡ്രൈവർ പറയായിരുന്നു, എനിക്ക് പേടിയാവാണ് മാഡം ഇത് കൂടെ ഓടിക്കാൻ. കാരണം കുഞ്ഞു കുട്ടികളെ പലപ്പോഴും നമ്മൾ കാണുന്ന പോലും ഇല്ല, നമ്മുടെ മുന്നിൽ എന്താണ് എന്ന് അറിയാതെയാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. ഭയങ്കര റിസ്ക് ആണ് ഈ സിറ്റുവേഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത് വളരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇത് എല്ലാവരിലേക്ക് എത്തിക്കേണ്ട ഒരു കാര്യമാണ്. സോ പ്ലീസ് 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 ബി കെയർഫുൾ, പ്ലീസ് ബി റെസ്പോൺസിബിൾ. ഓക്കെ. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ, യു എ സംബന്ധിച്ചിട്ട് ഞാനിവിടെ 3 വർഷമായി. ഇവിടുത്തെ എന്ത് പ്രതിസന്ധിയും നേരിടാനുള്ള ഒരു ഭരണകൂടവും അതിന് തക്കവണ്ണമുള്ള ഒരു ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നമ്മൾ സർവൈവ് ചെയ്യും. പക്ഷേ അവർക്ക് വേണ്ടത്, അവരോട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഉത്തരവാദിത്തം കാണിക്കുക എന്നുള്ളതാണ്. ബീങ് എന്താ പറയുക, ഒരു ലോയൽ ആൻഡ് ഒബീഡിയന്റ് റെസിഡന്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ബൈ.